തന്റെ സ്വന്തം ബാൻഡ് ഗ്രൂപ്പിനെ കലാപ്രേമികൾ വരവേറ്റത്. ആസ്വാദകർക്ക് വേണ്ടതെല്ലാം പ്രകടനത്തിൽ കരുതിയിരുന്നു ബർണശ്ശേരി സെന്റ് തെരേസ സ്കൂളിലെ പുലിക്കുട്ടികൾ. മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകർക്കായി ഒടുവിൽ ലുങ്കി ഡാൻസും എത്തി. സ്വന്തം നാട്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് കുട്ടികൾ പറയുന്നു. സ്വന്തം നാട്ടിൽ വന്ന് അപ്പോൾ നമ്മൾക്ക് തന്നെ അത് ആ കിരീടം, ഞങ്ങളുടെ ബാൻഡ് മേളത്തിന് ആ കിരീടം തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ സ്വന്തം മണ്ണിൽ ചെയ്യുമ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ഗ്രൂപ്പിലെ മിക്കവർക്കും ഇത് അവസാന കലോത്സവമാണ്. ഞങ്ങൾ 15 പേരുടെ ലാസ്റ്റ് കലോത്സവമാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗോടെയാണ് ഗ്രൗണ്ടിൽ ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ ശരിക്കും ഈ ഇൻസ്ട്രുമെൻറ്റും ഈ കലോത്സവ വേദികളും ഇതൊക്കെ ഒത്തിരി ഇനി അങ്ങോട്ട് മിസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗോടെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. കലയുടെ കളിയാട്ട വേദി വിടുമ്പോൾ പുതിയ ആകാശം ഇവർ സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാൻ കണ്ണൂരിന്റെ ചുണക്കുട്ടികൾക്ക് മാതൃഭൂമി ന്യൂസ് സമ്മാനിക്കുന്നു സ്റ്റാർ ഓഫ് ദി ഡേ പുരസ്കാരം. ക്യാമറമാൻ ഷാജു ചന്തപുരയ്ക്കൊപ്പം കലോത്സവ നഗരിയിൽ നിന്ന് റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്. സ്റ്റാർ ഓഫ് ദി ഡേ. കണ്ണൂരിന്റെ കലോത്സവ വേദിയെ ബാൻഡ് മേളം കൊണ്ട് ഇളക്കി മറിച്ച് മിടുക്കി പെൺകുട്ടികൾക്കാണ് ഇന്ന് മാതൃഭൂമി പ്രസന്റ് ചെയ്യുന്നത്. ഇരട്ടി മധുരമാണ്. നിങ്ങൾക്ക് തന്നെയാണ് സമ്മാനം അല്ലേ? അല്പം മുമ്പാണ് അറിഞ്ഞത്. അപ്പം ബഹളം കാരണം ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ? എന്തൊരു കൂകല വിളിയായിരുന്നു. ഈ ബർണശ്ശേരി സെന്റ് തെരേസാസ് ഹൈസ്കൂളിന്റെ ബാൻഡ് സംഘത്തിലെ മിടുക്കി കുട്ടികളാണ് ഇപ്പോൾ സ്റ്റേജിനകത്തും പുറത്തും അതിന് നേതൃത്വം നൽകുന്ന 4 പേരാണ് ഈ സമ്മാനം ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഡേ ബർണശ്ശേരി സെന്റ് തെരേസാസ് സ്കൂളിന്റെ ബാൻഡ് സംഘത്തിന് വേണ്ടി ഏറ്റുവാങ്ങാൻ പോകുന്നു നമ്മുടെ വിശിഷ്ടാതിഥിയായ താജുദ്ദീൻ കടകര സമ്മാനം ശ്രമിക്കും. മാത്രമല്ല എല്ലാ ദിവസവും ഈ കലോത്സവ വേദിയിൽ നിന്നും ഉദിച്ചുവരുന്ന മാതൃഭൂമി യുവ മോട്ടേഴ്സും ചേർന്ന് സമ്മാനിക്കും സ്റ്റാർ ഓഫ് ദി ഡേ. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിലും ഈ കലോത്സവത്തിന്റെ താരങ്ങൾ കാത്തിരിക്കുന്നു. അവരെ കണ്ടെത്താൻ മാതൃഭൂമി ന്യൂസ് എപ്പോഴും തയ്യാറായിരിക്കും. നമുക്ക് ആ കുട്ടികളുടെ പ്രതികരണത്തിലേക്ക് പോകാം. സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങൾക്ക് കിട്ടിയതിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് എങ്ങനെ പറയണ്ട വെച്ചാൽ ലാസ്റ്റ് ഇയർ ആണ്, 15 കുട്ടികളെ ഉള്ളൂ അത് ഇനി ഇല്ല, കലോത്സവം ഇല്ലാത്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു 2 മിനിറ്റ് മുമ്പ് ഞങ്ങൾ അറിഞ്ഞ റിസൾട്ട്, അതിൻ്റെ ഒരു തരിപ്പിൽ ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. കോമ്പറ്റീഷൻ ടൈറ്റ് ആയിരുന്നു. ബട്ട് ഞങ്ങൾ ചെയ്ത ഞങ്ങൾ പഠിച്ച് ഞങ്ങൾ ആ ഒരു സ്റ്റൈലിൽ ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ ഫുൾ എഫേർട്ട് എടുത്ത്. എന്തായിരുന്നു നിങ്ങളുടെ പ്ലസ് പോയിന്റ്? എല്ലാ പ്ലസ് പോയിന്റ് ആണ്. എന്തായാലും ഇത്രയും മിടുക്കിയ കുട്ടികളെ ഒരുമിച്ച് കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് പറയുന്നത്? എനിക്ക് ഇപ്പോൾ പറയാനുള്ള വേറൊന്നുമില്ല. ഞാൻ ശ്രദ്ധിച്ചത് ഇവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുന്നു. പക്ഷേ ഈ സംപ്രേഷണം ചെയ്ത ഭാഗങ്ങളിലൂടെ കാണാൻ ഇപ്പോൾ ക്യാമറമാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം. അത്രയും നന്നായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തു. കാരണം ഇവരുടെ മത്സരങ്ങൾ വളരെ വ്യക്തമായിട്ട് കാഴ്ചവെച്ചു. ഏതായാലും കലോത്സവത്തിന്റെ ഈ 3ാം പകൽ എരിഞ്ഞടങ്ങുമ്പോൾ ഇന്നത്തെ താരത്തെ കണ്ടെത്തിയിരിക്കുന്നു മാതൃഭൂമി ന്യൂസ്. ബർണശ്ശേരി സെന്റ് തെരേസാസ് ഗേൾസ് ഹൈസ്കൂളിലെ മിടുക്കി കുട്ടികൾ ബാൻഡ് സംഘത്തിന് അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി. താങ്ക് യു.